നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി വിധിച്ച് ദിവസങ്ങൾ പിന്നിടുന്നു. എന്നാൽ കോടതി വിധിയിൽ അതൃപ്തി പ്രകടിച്ച് പൊതുജനവും മാധ്യമവും രംഗത്ത് വന്നു. ദിലീപ് കുറ്റക്കാരനെന്ന് വിശ്വസിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. നടന്റെ പുതിയ ചിത്രം പാപ്പായ്ക്കെതിരെ ബഹിഷ്കരണാഹ്വാനവും വരെ ഉണ്ടായി. ഇതിനിടെ തനിക്ക് കോടതിയിൽ നിന്നും പൂർണ്ണ നീതി ലഭിച്ചില്ലെന്ന് തുറന്നടിച്ച് അതിജീവിതയും പ്രസ്താവനയിറക്കി. കീഴ്ക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകുകയാണ്. അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെ ദിലീപാനുകൂലികൾ അതിജീവിതയ്ക്കെതിരെ വ്യാപകമായി കള്ളപ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ഒരാളായ മാർട്ടിൻ അതിജീവിതയുടെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന വീഡിയോ നിരവധി ദിലീപ് അനുകൂലികൾ പ്രചരിപ്പിച്ചു. ഇതിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. വിഷയത്തിൽ പല ഇൻഫ്ലുവൻസും ദിലീപിനൊപ്പമാണ് നിലനിൽക്കുന്നതെന്ന അഭിപ്രായങ്ങൾ വരുന്നു. ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ പങ്കുവച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ദിലീപിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന ഒരു റീലാണ് ദിയ പങ്കുവച്ചത്. ദിയ പറഞ്ഞത് ഒരു തരത്തിൽ ക്രൂരമെന്നാണ് അഭിപ്രായങ്ങൾ. അതിജീവിതയെ ചെറുപ്പം മുതലേ അറിയാവുന്നവരാണ് ദിയയും കുടുംബവും. ദിയ റീൽ പങ്കുവച്ച ദിവസം അതിജീവിത താൻ നേരിടുന്ന കടുത്ത അധിക്ഷേപത്തെക്കുറിച്ച് പോസ്റ്റിട്ടിരുന്നു. അത് റീഷെയർ ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ അഹാന ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു. ഈയടുത്ത് പോലും കൃഷ്ണകുമാർ നന്മയെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഈ നന്മയൊന്നും രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയെ പഠിപ്പിച്ചില്ലേ എന്നാണ് നെറ്റിസൺസിന്റെ ചോദ്യം. ടോക്സിക് വുമൺ എന്നാണ് ഹേറ്റേഴ്സ് ദിയ കൃഷ്ണയെ വിശേഷിപ്പിച്ചാറ്. ഈ പേരിന് അനർത്ഥമാക്കുകയാണ് ദിയ കൃഷ്ണയുടെ പ്രവൃത്തികളെന്ന് അഭിപ്രായമുണ്ട്. നേരത്തെ പലതവണ വിവാദങ്ങളിൽ അകപ്പെട്ടവളാണ് ദിയ കൃഷ്ണ. നേരത്തെ ദിലീപിനൊപ്പമുള്ള ഫോട്ടോ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിലവിൽ ദിലീപ് കുറ്റവിമുക്തനാണ്. കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞ ആളെയല്ല ദിയ പിന്തുണച്ചതെന്നും അഭിപ്രായമുണ്ട്. തനിക്കെതിരെ വലിയ തോതിൽ കുറ്റപ്പെടുത്തൽ വരുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ദിലീപ് പറഞ്ഞിരുന്നു.